കഴിഞ്ഞ ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു ലാലേട്ടൻ്റെ ഒരു കംബാക്ക് അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പടം തിയേറ്ററിൽ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഫുൾ വൈബായിട്ട് ഫുൾ ഹാപ്പി ആയിട്ട് വരുന്നുള്ള കാര്യം അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. കാരണം അങ്ങനത്തെ ലെവൽ ഓഫ് മൂവിയാണ് പൃഥ്വിരാജ് സുകുമാരൻ പ്രസന്റ് വെച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു സിനിമ ഇനി മലയാള ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്നില്ല. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 100 കോടി ബഡ്ജറ്റ് ഇട്ടിട്ട് 90 കോടി സാലറി കൊടുത്ത് ബാക്കി 10 കോടിയിലല്ല സിനിമ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ആൻഡ് എവരി പെന്നി അത് എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഓരോ സീക്വൻസ് എങ്ങനെ പ്രസന്റ് ചെയ്യണം, കാണുന്ന ഓരോ ഓഡിയൻസിനും ഇത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് മൂപ്പർക്ക് അറിയാം. ആ ലെവലിലാണ് മൂവി പ്രസന്റ് വെച്ചിരിക്കുന്നത്. ചില സമയത്ത് സീക്വൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊരു മലയാള സിനിമയാണെന്നുള്ള കാര്യം. കാരണം ആ ലെവലിലാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ചില സീക്വൻസ്, അതായത് എസ്പെഷ്യലി ഫോറിൻ സീക്വൻസ് ആയാലും എബ്രഹാം ഖുറൈഷിയുടെ ആ ഒരു സീക്വൻസ് ആയാലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മലയാളം മൂവി എന്ന് ഒരിക്കലും മനസ്സിലാവത്തില്ല. ആ ലെവലിൽ അതിൻ്റെ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി ആയാലും ശരി, ആ സീനിൻ്റെ എക്സിക്യൂഷൻ ആയാലും ശരി, ക്യാരക്ടേഴ്സ് ആയാലും പ്രസന്റേഷൻ ആയാലും കളറിങ് ആയാലും മ്യൂസിക് ആയാലും ഈച്ച് ആൻഡ് എവറിത്തിങ് വാസ് ലൈക്ക് വേറെ ലെവലായിട്ടുണ്ട്. ലൂസിഫർ എന്ന മൂവി എവിടെയാണ് എൻഡ് ചെയ്ത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റീഫൻ നെടുമുള്ളിയും എബ്രഹാം ഖുറൈഷിയും അല്ലെങ്കിൽ അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സും അവരുടെ ഇവന്റ്സും പൊളിറ്റിക്സ് ഒക്കെ സംസാരിച്ചാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ഈ ഒരു മൂവിക്ക് ഇനി ഒരു തേർഡ് പാർട്ടും കൂടിയുണ്ട്. അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈലൻറ്റും ഈ സിനിമയിൽ കാണിച്ചു തന്നെ പോകുന്നുണ്ട്. ആൻഡ് ഈ സിനിമയെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ഏരിയാസ് എനിക്ക് വർക്കായില്ല, കുറച്ച് ഏരിയാസ് വേറെ ലെവലായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ഞാൻ പറയാം. ആൻഡ് ഈ ഒരു മൂവിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയുന്നത് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്. ആ ഒരു പൊളിറ്റിക്സ് നമ്മൾ ലൂസിഫർ എന്ന മൂവിയിൽ എങ്ങനെയാണ് കണ്ട അതുപോലെ തന്നെയാണ് ഇവിടെയും പ്രസന്റ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ലൂസിഫറിൽ 2 മണിക്കൂർ 40 മിനിറ്റ് ഉള്ള സിനിമയിൽ ലാലേട്ടൻ്റെ റൺ ടൈം എന്ന് പറയുന്നത് 41 മിനിറ്റ് എന്തേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ആ സിനിമ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത് എക്സാക്ട്ലി ആണ് ഈ ഒരു സിനിമയും പ്രസന്റ് ഇരിക്കുന്നത്. ലാലേട്ടൻ്റെ റൺ ടൈം ഒക്കെ അതുപോലൊക്കെ തന്നെയാണ്. അല്ല സിനിമ ഫുള്ള് ലാലേട്ടനെ കൊണ്ട് ഫുൾ മാറ്റം മാസ് BGM ഒക്കെ ഇട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. എവിടെയാണോ ആവശ്യം, എങ്ങനെയാണോ പ്രസന്റ് ചെയ്യണം, അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്രിസ്റ്റഫർ നോളന്റെ ബാറ്റ്മാൻ സീരീസ് ആണ് പുള്ളിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സൂപ്പർ ഹീറോ മൂവി. ആ ഒരു മൂവിയിൽ ബാറ്റ്മാൻ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അതായത് 2 കോൺസെപ്റ്റ് ആയിട്ടാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ദ സീൻ ത്രൂ ബാറ്റ്മാൻ, 2 ദ സീൻ വിത്ത് ബാറ്റ്മാൻ. അതുപോലെ തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. എബ്രഹാം ഖുറൈഷി ആയാലും ശരി, സ്റ്റീഫൻ നെടുമുള്ളി ആയാലും ആ 2 ക്യാരക്ടേഴ്സ് ഉള്ള സീക്വൻസും ആ ഒരു ക്യാരക്ടേഴ്സ് ഇല്ലാത്ത 2 സീക്വൻസും ആ ഒരു ക്യാരക്ടേഴ്സിന്റെ പ്രസൻസിലൂടെ നടക്കും. അങ്ങനത്തെ രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ ഒരു ചില സീക്വൻസിന്റെ എക്സിക്യൂഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സീക്വൻസ് കേരളത്തിലുള്ള അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലും അവിടെ ആയിരിക്കും കാണിക്കുന്നത്. പെട്ടെന്ന് അടുത്തൊരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു എൻ്റെ മൂവി വേറൊരു ഇപ്പം എവിടെയെങ്കിലും ചൈനയിലോ അല്ല യമനിലോ ഖത്തറിലോ ജർമ്മനിയിലോ UK അവിടെയൊക്കെ ആയിരിക്കും. അതായത് അങ്ങനെ ഒരു ജമ്പാണ്. പെട്ടെന്നുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രസന്റേഷനും അല്ലെങ്കിൽ ആ ഓരോ കാര്യങ്ങൾ കൺവേ ചെയ്യണതും അതൊക്കെ അടിപൊളിയായിരുന്നു. ഒരു സ്ഥലത്ത് പോലും നമുക്ക് വർക്ക് ആവാതെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോലും നമുക്ക് കണക്ട് ആവാതെ പോകുന്നില്ല. എല്ലാ സ്ഥലത്തും പോലെ അടിപൊളിയായിട്ട് തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ സിനിമയിൽ സംസാരിക്കുന്ന പൊളിറ്റിക്സ്. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഇനി ഫ്യൂച്ചറിൽ എന്താകും അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര നൈസായിട്ട് തന്നെ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. എനിക്ക് വർക്കാവാത്ത നല്ല കുറച്ചുകൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് കിട്ടിയെന്ന് തോന്നിയത് ഫൈറ്റ് സീക്വൻസ് അല്ലെങ്കിൽ ആ ഒരു മാസ് എവലേഷൻ ആയിട്ടുള്ള സീക്വൻസ് തന്നെയാണ്. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ട്രെയിലറിൽ കണ്ട ഒരു സീക്വൻസ് ഉണ്ടല്ലോ, നമ്മൾ ഡയലോഗ് ഇല്ലാതെ നമ്മളെല്ലാവരും വാടാന്ന് പറയുന്ന സീനുണ്ടല്ലോ, അത് വേറെ ലെവലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ലൂസിഫറിൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു മ്യൂസിക്കും ആ ഒരു സീക്വൻസിൻ്റെ പ്രസൻറ്റേഷനൊക്കെ വേറെ ലെവലാണ്. അതുപോലെ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. പക്ഷേ അതേ ഒരു ഇമ്പാക്റ്റ് വേറെ കുറച്ച് ഫൈറ്റ് സീക്വൻസ് നമുക്ക് കിട്ടുന്നില്ല. അതായത് ഫൈറ്റ് സീക്വൻസ് നടക്കുന്ന നമ്മളിങ്ങനെ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഡെപ്തും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് ചില സ്ഥലങ്ങളിൽ എനിക്ക് അങ്ങ് കണക്ട് ആവാത്ത പോലെ തോന്നി. എന്നും പറഞ്ഞ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ മോശമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആ ഒരു ഫോറസ്റ്റ് ഫൈറ്റ് വേറെ ലെവൽ ഐറ്റമാണ്. പിന്നീട് അതിന് ശേഷം വന്ന ഫൈറ്റൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി. ആൻഡ് അതുപോലെ തന്നെ തോന്നിയ വേറൊരു കാര്യമാണ് ചില സീക്വൻസിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈ സീക്വൻസ് ആവശ്യമുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നിപ്പോയ ചെറിയ സീക്വൻസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ ലെവലായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് കണക്ട് ആകാതെ വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് മാത്രമായിരുന്നു. അല്ലാതെ ഓക്കെ ഇത് എടുത്തു പറയണ്ട അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് അങ്ങനെയൊന്നുമല്ല. അതായത് ചില ഏരിയാസിൽ ഇതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഇത് വേണ്ട. ആ ഒരു ഫ്ലോയിൽ ആ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനെ പിടിച്ച് ഡൗൺ ആക്കിയതുപോലെ തോന്നിയ ചെറിയ സീക്വൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ഓവറോൾ നോക്കുവാണെങ്കിൽ വേറെ ലെവലായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന മൂവി തന്നെയാണ്. മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ, എസ്പെഷ്യലി ഈ ഒരു മൂവിയുടെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ തേർഡ് പാർട്ടായിട്ടുള്ള ഒരു മൂവിയിലോട്ടുള്ള ടൈലൻറ്റും അതിനെ കണക്ട് ചെയ്യുന്നതും ആ ഒരു ഡ്രാഗൺ സ്യൂട്ടിൻ്റെ ബാക്കിൽ ആരാണ് അവരെ പ്രസൻറ്റ് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് വേറൊരു കാര്യം, കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് കുറച്ചും കൂടി കൂട്ടായിരുന്നു തോന്നി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് സെയ്ദ് മസൂദ് രാജുവേട്ടൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു തന്നെ. പക്ഷേ മൂപ്പര് വരുന്ന സീക്വൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂപ്പർ അവിടെ വേണം, ആവശ്യമുണ്ട് എന്ന സീക്വൻസിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയനെ. ആൻഡ് സ്റ്റീഫൻ നെടുമുള്ളി ആയാലും ശരി, ഖുറൈഷി എബ്രഹാമും ശരി, രണ്ടും അടിപൊളിയായിരുന്നു. ലാലേട്ടൻ്റെ ഓറ, പുള്ളിക്കാരൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ ആ ക്യാരക്ടറായിട്ട്, അത് ഞാൻ എടുത്തു പറഞ്ഞു. ഓക്കെ അതായിരുന്നു, ഇങ്ങനെയാണ്, അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്നുള്ള കാര്യം.
ആ ലെവലിൽ തന്നെ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ എവിടെയൊക്കെ വരുന്നുണ്ടോ മാൻ, അത് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് മിസ് ചെയ്ത ഒരു ഫീൽ, ആ ഒരു എഫക്റ്റ് ആ തിയേറ്ററിൽ കിട്ടിയപ്പോൾ സീൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ സീനായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡ്. സിനിമാറ്റോഗ്രാഫി ആയാലും ശരി, എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും മ്യൂസിക് ആയാലും CG ആയാലും ആർട്ടായാലും കോസ്റ്റ്യൂം ആയാലും ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് വാസ് ലൈക്ക് അമേസിങ്. അത്ര അടിപൊളിയായിട്ട് തന്നെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയണമെങ്കിൽ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ലാത്ത വിഷ്വൽ പ്രസൻറ്റേഷൻ ആയിരുന്നു. അതും ആ ഫോറിൻ കൺട്രീസിലുള്ള ഷോർട്സ് ആയാലും അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ മൂവിയുടെ ആ ഒരു വൈഡ് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഈച്ച് ആൻഡ് എവറി ഫ്രെയിം വാസ് ലൈക്ക് റിച്ച് ഫ്രെയിംസ് എന്നൊക്കെ പറയത്തില്ല, ആ ലെവൽ ഐറ്റമാണ്. ഇങ്ങനെ കിടിലോ എന്നൊക്കെ പറഞ്ഞാൽ കിടിലമാണ്. ചില സീക്വൻസ് ഒക്കെ കാണുമ്പോൾ ഇതൊരു മലയാള സിനിമ എന്ന് ഒരിക്കലും തോന്നത്തില്ല. ആ ലെവലിലുള്ള കിടിലം ഒരുപാട് ഫ്രെയിംസ് സിനിമയിലുണ്ട്. ആൻഡ് ഈ ഒരു മൂവി ഞാൻ ഫാൻ ഷോ അല്ലേ കണ്ട, കാരണം ഞാൻ ഈ സിനിമയുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബാംഗ്ലൂർ ആയിരുന്നു. ആൻഡ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി മാത്രം ഐ ജസ്റ്റ് കം ടു ട്രിവാൻഡ്രം ഏരീസ് പ്ലസിൽ, കാരണം എനിക്ക് എൻ്റെ മണ്ണിൽ എനിക്ക് എൻ്റെ ഏരീസ് പ്ലസിൽ സിനിമ കാണണം. ആൻഡ് ദാറ്റ് ഫീലിംഗ് വാസ് ലൈക്ക് വേറെ ലെവലാണ്. അതിന് ഈ നാട്ടിലല്ല, ഈ രാജ്യത്ത് എവിടെ ഏത് തിയേറ്ററിൽ ഇതിനേക്കാളും വേറെ മറ്റേ മൾട്ടിപ്ലക്സിലും മറ്റേ അവിടെ എവിടെയൊക്കെ പോയിരുന്നു കണ്ടാലും ഏരീസ് പ്ലസിൽ ഇത്രയും ഫാൻസിൻ്റെ കൂടെ ആ ഒരു ഫുൾ ഓളത്തിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഒരുപാട് വർഷമായിട്ട് മിസ് ചെയ്ത ഒരു ഫീലിംഗ് ആയിരുന്നു മാൻ. അത് തിരിച്ച് തന്നതിന് രാജുവേട്ട താങ്ക് യു സോ മച്ച് ഫോർ ബ്രിങ്ങിങ് ദിസ് കൈൻഡ് ഓഫ് മൂവി ആൻഡ് ഐ ലവ് ദാറ്റ്. കാരണം അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓവർ ഹൈപ്പിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഇതിൽ ഹൈപ്പാണ്. ആ ഹൈപ്പിന് ഒരു കുറവൊന്നുമില്ല, എല്ലാം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുള്ളൂ. പക്ഷേ കണക്റ്റ് ആവാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഓവറോൾ നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് തന്ന ഒരു കിടിലം ലാലേട്ടൻ പടമാണ്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.